എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ തമ്മിൽ കണ്ടു കാണുമല്ലോ, ആ സെയിം തന്നെയാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാവർക്കും അല്ല. എന്നിരുന്നാലും ഒരു പ്രൊഫഷണൽ ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് തരും, ഓക്കെ. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ആ കുറച്ച് വെയിറ്റ് നിലനിർത്താനാണ്, സസ്റ്റെയിൻ ചെയ്യിക്കാനാണ്. പലരും തകർന്നു പോകുന്നതും അല്ലെങ്കിൽ പലരും തോറ്റു പോകുന്നതും ആ ഒരു സ്പേസിലാണ്. അത് ഏത് വിഭാഗക്കാരാണ് അങ്ങനെ തോറ്റു പോകുന്നത്? ഇല്ല, അതിലൊന്നും തോൽക്കാൻ നമ്മൾ കുറച്ച് വെയിറ്റ് പിടിച്ചു നിർത്താനും നമുക്ക് പറ്റും. ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വിഭാഗക്കാരെ ഞാൻ പറയുവാണെങ്കിൽ, എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചാൽ മതി, അതിന് എന്ത് എഫേർട്ട് എടുക്കാനും ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ഒന്നും ഞാൻ നോക്കുന്നില്ല അതിന്, ലൈക്ക് ഇപ്പോൾ കീറ്റോ പോലെയോ എന്തെങ്കിലും ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡിന് പകരം സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കൂ, എന്ത് ചെയ്താലും വേണ്ടില്ല, പക്ഷേ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അതും ഇത്ര മാസം കൊണ്ട് എനിക്ക് ഇത്ര കിലോ കുറച്ചേ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ അതിലൊക്കെ പോയി ഇങ്ങനെ അങ്ങനത്തെ ആഡുകളിൽ വീഴുന്നവരും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത്, ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ആണ് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, ഇത്ര ദിവസമേ എനിക്കുള്ളൂ, അങ്ങനെ വരുന്നവരുണ്ട്. സെക്കൻഡ് കാറ്റഗറിക്കാർ എന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ട്, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഏറ്റിട്ടില്ലേ, അതുപോലെ തന്നെ ഇൻസൾട്ട് ആയിട്ട് വരുന്നവരാണ് വേറൊരു കാറ്റഗറിയാണ് കേട്ടോ. അവർക്കും നമ്മളിപ്പോൾ പറയുകയാണ് ഇങ്ങനെ ചെയ്താൽ ഹെൽത്തിന് പ്രോബ്ലമാണ്, നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് വെയിറ്റ് ലോസ് ചെയ്യാം, അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന എന്തെങ്കിലും വേണം, അങ്ങനെ പറയുന്നവരുണ്ട്. സോ ഇത്തരം വിഭാഗക്കാർക്കാണ് പെട്ടെന്ന് റിസൾട്ട് വേണം, ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്തും അതുപോലെ നമ്മുടെ കയ്യിൽ പോകും. അതിപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനായാലും നമ്മൾ ഏൺ ചെയ്യുന്നതായാലും, നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ക്യാഷ് ഒരിടത്തും പോവില്ലല്ലോ. പക്ഷെ നമ്മൾ ഷോർട്ട് കട്ട് വഴി സമ്പാദിക്കുന്നതെല്ലാം ഏതെങ്കിലും വഴി കൂടെ നമുക്ക് തിരിച്ചു പോകും. സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കുമെന്നല്ല. ഇപ്പോൾ നമ്മളൊരു ക്രാഷ് ഡയറ്റ് വെച്ച് ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്നത്, നമ്മൾ ബാലൻസ് ഡയറ്റ് എടുക്കുമ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് നമുക്ക് കുറയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത്, നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഒരിക്കലും, ഇപ്പോഴും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഒരുപോലെ അല്ല വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് കമൻസിൽ എനിക്ക് വരാറുണ്ട്, പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒരു ദിവസത്തെ ഡയറ്റ് ചാർട്ട് പറഞ്ഞുതരാം, ഓരോ ദിവസം എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ എനിക്കത് പറഞ്ഞു തരുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എനിക്കത് ജനറലായിട്ട് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഇപ്പോൾ ഒരു 160 ഹൈറ്റും 55 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്കുള്ള ഡയറ്റ് അല്ല ഒരു 170 സെൻറ്റിമീറ്ററും ഒരു 90 കിലോ ഉള്ള ഒരാൾക്ക്. സോ രണ്ടുപേർക്കും 2 ടൈപ്പിലാണ് ഡയറ്റ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് അവയർനെസ് തരാൻ പറ്റും. പക്ഷെ രണ്ടുപേർക്കും 2 രീതിയിൽ ഡയറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് കിട്ടൂ. എങ്ങനെയെങ്കിലും ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു 10 കിലോ 2 രീതിയിൽ കുറയ്ക്കാം. ഇപ്പോൾ ഞാനൊരു ബാലൻസ് ഡയറ്റ് എടുത്തിട്ട് ഒരു പേഴ്സണെ ഞാനൊരു 2 മാസം കൊണ്ട് 10 കിലോ കുറച്ചു. ആ സെയിം പേഴ്സൺ തന്നെ ഒരു 15 ദിവസം കൊണ്ട് ഒരു ക്രാഷ് ഡയറ്റ് എടുത്ത് 10 കിലോ കുറച്ചു. സോ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോർമൽ ബാലൻസ് ഡയറ്റ് എടുത്തവരെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കായിരിക്കും കാണാൻ, മീൻസ് നല്ലൊരു ആരോഗ്യമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും. മറ്റേ ആളെ കണ്ടാൽ നമുക്ക് തോന്നും ഷുഗർ എന്തെങ്കിലും വന്നിട്ട് കുറഞ്ഞതാണോ, അതോ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വന്നിട്ട് പെട്ടെന്ന് വയ്യാണ്ടെന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. കാര്യം അവരുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇതായാലും അവരുടെ മസിൽസ് ആഗ് ചെയ്യുന്നതായാലും എല്ലാം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ 15 ദിവസം കൊണ്ട് കുറച്ച ഒരാൾക്ക് അയാൾ ആ ഒരു ചിലപ്പോൾ ഒരു ക്രാഷ് ആയിരിക്കും, സപ്ലിമെൻറ്റ്സ് വെച്ചായിരിക്കും വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് എടുത്തപ്പോഴത്തേക്കും വീണ്ടും വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളൊരു ബാലൻസ് ഡയറ്റ് എടുത്ത ഒരാൾക്ക് എന്ത് സംഭവിക്കില്ല, ഒരിക്കലും പിന്നീട് ഒരു വലിയൊരു റീഗെയിൻ ടെൻഡൻസി ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സെൽഫായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എന്നെ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും ഫുഡ് എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചോറ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൗട്ട് സജസ്റ്റ് ചെയ്യുന്നവർ, നമ്മളെല്ലാവരും സിമ്പിളായിട്ട് അങ്ങ് പറയുവാണ്, ഇപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വർക്കൗട്ട് അങ്ങ് ചെയ്തോളൂ, ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരുന്നവർ ഇങ്ങനെയാണ് പറയുന്നത്, ഡോക്ടർ ഒരു 2.5 മണിക്കൂറാണ് വർക്കൗട്ട് പറഞ്ഞത്, 3 മണിക്കൂറാണ് വർക്കൗട്ട് പറഞ്ഞത്, ജിം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അവർ പറയുന്ന തെറ്റെന്നല്ല. അഫ്കോഴ്സ് ആ ഒരു അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു 10% 20% വെയിറ്റ് ലോസിന് അത് ആവശ്യമാണ്, അത്രയും ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം ഒരു ഇത്രയും സമയം ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നിന്നിട്ട് ഇത്രയും സമയം വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ.
ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയുവാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോൾ രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഈവനിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനിടയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എനിക്ക് കുറച്ച് ടൈം എൻ്റെ ഒരു വർക്കൗട്ടിന് എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ ഇപ്പോൾ ആരോടും എനിക്ക് ഇത്ര മണിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ നോർമൽ നമ്മൾ സാധാരണ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. ഇനി അഥവാ നമ്മൾ കഷ്ടപ്പെട്ട് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ അത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുവാണ്, ഇപ്പോൾ വൈകുന്നേരം ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ജിമ്മിൽ പോവുകയാണ്, 3 മണിക്കൂറാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എത്ര ടൈമാണ് ഇതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ 3 മണിക്കൂർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾക്കത് വെയിറ്റ് കുറഞ്ഞിട്ട് അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ആ വെയിറ്റ് ലോസ് ചെയ്ത് ആ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ് ആൻസർ എങ്കിൽ ഒരിക്കലും ആദ്യമേ ആ ഒരു 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകരുത്. ഓക്കെ, ഇനി വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ആദ്യമേ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. സോ മസിൽസ് ഒക്കെ ഭയങ്കര മസിൽ പെയിൻ ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഈ വർക്കൗട്ട് എന്ന് ആലോചിക്കുമ്പോഴേ ഒരു പേടിയും തലകറക്കം, അയ്യോ എനിക്ക് വയ്യ, വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ പോയി കഷ്ടപ്പെടാൻ വയ്യ, അങ്ങനെ ഒരു ചിന്തയാവും. സോ അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കണമെങ്കിൽ നമ്മൾ മസിൽസിന് അത്രയും സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 3 മിനിറ്റ് ഒക്കെ വച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് കുറേ ബ്രേക്ക് വന്നിട്ട് തുടങ്ങുന്നവരാണെങ്കിലും ശരി, ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ശരി, ഒരു 3 മിനിറ്റ് ചെയ്യുക, അതൊരു 5 മിനിറ്റ് ആക്കുക, 6 മിനിറ്റ് ആക്കുക, ഒരു 10 മിനിറ്റ് ആക്കുക. സോ നമ്മളെ ബോഡി അത് കംഫർട്ടബിൾ ആവും. നമുക്കത് എല്ലാ ദിവസവും ചെയ്യാൻ തോന്നണം. നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പോലെ, കുളിക്കുന്ന പോലെ അതൊരു ഹാബിറ്റായിട്ട് മാറണം. സോ നമുക്ക് അതിനെ മിസ് ചെയ്യണം ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. സോ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയോ ഈവനിങ്ങോ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് അത് തോന്നില്ല. സോ അങ്ങനെ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 2 മാസം കൊണ്ട് ചെയ്യുന്ന വെയിറ്റ് ലോസ് നമുക്കൊരു 3-3.5 മാസമോ കുടിപ്പോട്ടെ ഒരു 4 മാസമോ ആവുമെന്ന് വിചാരിക്കുക. പക്ഷേ പിന്നീട് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റേ നമ്മൾ ഇത്രയും മണിക്കൂർ പെട്ടെന്ന് വർക്കൗട്ടും ചെയ്ത് വെയിറ്റ് ലോസും ചെയ്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ഇല്ലാതിരിക്കുമ്പോൾ വീണ്ടും പെട്ടെന്ന് തിരിച്ചു വരും. മറ്റേ നമ്മളൊരു മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം ഒരു 3 to 15 മിനിറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ വർക്കൗട്ട് എങ്കിൽ അതിൽ മാത്രം ചെയ്ത് നമ്മളിങ്ങനെ പോയിട്ട് വെയിറ്റ് കുറയ്ക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഒരാഴ്ച വെയിറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ പെട്ടെന്ന് ബോഡിക്കൊരു റീഗെയിൻ ടെൻഡൻസി ഉണ്ടാവില്ല. ഇത് വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്, ക്രേവിങ്സുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഷുഗർ ക്രേവിങ് ഇല്ലാത്ത ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഒരിക്കലും ഷുഗർ ക്രേവിങ് വരാത്തവരുള്ളൂ. എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളത് തന്നെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്രേവിങ്സ്. അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. സോ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് അടുത്ത കാര്യം. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഒരാൾ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഹെൽത്തി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ലഡു ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്കൊരു ജിലേബി ഇഷ്ടമാണ്, സോ എന്ന് വെച്ച് ഞാൻ ഡയറ്റ് ആണോ ഒരിക്കലും ഞാൻ അങ്ങനെ കഴിക്കില്ല, ആ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്ന അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കൊരു ലഡുവിൻ്റെ ഹാഫ് നിങ്ങൾ കഴിച്ചോളൂ, എന്നിട്ട് അടുത്ത ഫുഡിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ പംകിൻ സീഡോ ഫ്ലാക്സ് സീഡോ സൺഫ്ലവർ സീഡോ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫൈബർ മീറ്റ് ചെയ്താൽ പോരെ. നിങ്ങൾ ആദ്യം കഴിച്ച ഫുഡിൻ്റെ ഗ്ലൂക്കോസ് അടുത്ത ഫൈബറുമായിട്ട് നിങ്ങൾ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. സോ ഇങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഒരുപാട് സഫർ ചെയ്യണ്ട, സാക്രിഫൈസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. സോ ഇത് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് നിലനിർത്തേണ്ടത്, അല്ല നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് കറക്റ്റായിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സോ അടുത്ത സീഡ്സുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എത്ര ടേബിൾ സ്പൂൺ ചെയ്തൊക്കെ ടൈമാണ് എഫക്റ്റീവായിട്ട് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യാത്ത ആരോടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ ഫാമിലിയിൽ കാണും, ഫ്രണ്ട്സിൽ കാണും. സോ അവർക്കൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.